അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടെ നമ്മുടെ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നിശബ്ദമായ ആകാശത്തേക്ക് കണ്ണും ഉയർത്തി നിൽക്കുന്ന ഓരോ ഹൃദയവും ഇന്നൊരു പ്രതീക്ഷ കാത്തിരിക്കുന്നുണ്ട്. ചെറുചന്ദ്രക്കലയുടെ സാക്ഷ്യത്തോടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ ഒരേ നിമിഷത്തിൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നു. കാരണം ഇത് സാധാരണ ഒരു മാസമല്ല, കരുണയുടെ മഴ പെയ്യിക്കുന്ന ഒരു മാസം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു മാസത്തിൽ നമുക്കെല്ലാവർക്കും ഖൈറായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്നീ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അമലിനെ നിങ്ങൾക്ക് നിയ്യത്ത് വെച്ച് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആകൂല അല്ലേ. അത്രയും മഹത്തായിട്ടുള്ള ഒരു അമല് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതേതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിയുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. രാത്രികൾ ഈ മാസത്തിൽ വ്യത്യസ്തമാണ്, അതറിയോ നിങ്ങൾക്ക്? മസ്ജിദുകളിൽ നിറയുന്ന പ്രാർത്ഥനകളുടെ സ്വരം, വീടുകളിൽ മുഴങ്ങുന്ന എൻ്റെ സഹോദരിമാരുടെയും ഉമ്മമാരുടെയും ഖുർആൻ പാരായണം, കണ്ണുനീർ നിറഞ്ഞിട്ടുള്ള പടച്ചോനെ വിളിച്ചിട്ടുള്ള ദ്വാകൾ എല്ലാം ചേർന്ന് ഒരു ആത്മീയ സംഗീതം സൃഷ്ടിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ ഒരേ പടച്ചോനെ വിശ്വസിച്ച് ഒരേ പടച്ചോനെ വിളിച്ച് അഭിമുഖീകരിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീന വരെ, ഏഷ്യയിൽ നിന്ന് ആഫ്രിക്ക വരെ ഒരേ തരംഗം പടരുന്നു. റമദാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ക്ഷമയാണ് അല്ലേ. വിശപ്പിൻ്റെ ക്ഷമ, ദാഹത്തിൻ്റെ ക്ഷമ, പ്രതിസന്ധികളുടെ ക്ഷമ. ഇന്ന് ഈ വിശുദ്ധ രാത്രിയിൽ നമുക്ക് തന്നെ ഒരു വാഗ്ദാനം ചെയ്യാം. കോപത്തെ ഇനി ഞാൻ കരുണയാക്കും, സ്വാർത്ഥതയെ ഞാൻ ദാനമാക്കും, അവഗണനയെ ഞാൻ പ്രാർത്ഥനയാക്കും. കാരണം റമദാൻ വന്നിക്കുകയാണ്. ഹൃദയത്തെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട്, ജീവിതങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട്, ആത്മാവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഈ രാവാണ് എൻ്റെ തുടക്കം, എൻ്റെ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലുള്ള ഇടങ്ങേറുകളെല്ലാം പടച്ചോനോട് പറഞ്ഞ് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ വിജയം. ഈ ഒരു വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്തൊക്കെ മുറാദ് കൊണ്ടാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊക്കെ ഉള്ളിൽ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാകൂലേ, എന്നും നേടിയെടുക്കാൻ കഴിയാത്ത, എത്രയൊക്കെ ദുആ ചെയ്തിട്ടും ഉത്തരം കിട്ടാത്ത ഒരു കാര്യം. ഇന്നത്തെ ഈ ഒരു രാത്രിയിൽ പടച്ചോൻ്റെ മുമ്പിലിരുന്നിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ണീര് പൊഴിക്കാൻ വയ്ക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് റബ്ബിൻ്റെ മുമ്പിലിരുന്ന് കരയുന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും വെറുക്കുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇന്ന് പിടിച്ചു കെട്ടി പുറത്ത് കൊണ്ടുപോയിടുന്ന ദിവസമാണ്. ആ ഒരു സമയത്ത് മനസ്സിൻ്റെ ചീത്ത വിചാരങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്യാൻ വയ്ക്കുമെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാനിത് ചെയ്യും, എൻ്റെ ആവശ്യത്തെ നേടിയെടുക്കും എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്തു തുടങ്ങുക. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് എനിക്കും അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരം അറിവുകളെ നിങ്ങൾ ഓരോ അറിവുകളും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സമാധാനമാണ്. നമ്മൾ ഇത്തരത്തിൽ അമലുകൾ ചെയ്യുമ്പോൾ അത് റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റെടുക്കുകയും നമുക്കെല്ലാവർക്കും അതിൻ്റെ ഫലവും നൽകുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കുമ്പോൾ ആ ഒരു ആസ്വാദനം അതൊരു വേറൊരു അനുഭൂതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അമലിനെ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ട്, പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ജീവിതത്തിൽ ഇരുകരയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഇന്ന് പുറത്ത് പോയിട്ട് സൗദിയിലും ദുബൈയിലും ഒമാനിലും ഷാർജയിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ. ഓരോ ദിവസവും എത്രത്തോളം ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് വരുന്നതെന്നറിയോ. ഈയിടെ കണ്ടിട്ടുള്ള വളരെ സങ്കടകരമാകുന്നൊരു വാർത്ത, 31 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ്. എന്താണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇത്രയും താങ്ങാനാകാത്ത പ്രതിസന്ധികൾ വരുന്നത്? നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ തൻ്റെ ഉപ്പയാകാം, തൻ്റെ സഹോദരനാകാം, തൻ്റെ ഭർത്താവാകാം, ഇന്ന് അവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ നാളെ അവർ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആ കളിയും ചിരിയായിട്ട് എത്തുമെന്ന് പോലും അറിയൂല. ആ ഒരു അവസരത്തിൽ നമ്മൾ ആ പ്രവാസി സുഹൃത്തുക്കളെ എപ്പോഴും എല്ലായ്പ്പോഴും ദ്വാകളിൽ ഓർക്കുക. അവരൊറ്റക്കാണ് അവിടെ. നമ്മുടെ പ്രാർത്ഥന അവർക്ക് അത്യാവശ്യമാണ്. അവരെ
എത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചാലും ദുരിതങ്ങൾ അനുഭവിച്ചാലും നമ്മളോട് ആരോടും അവരൊരു പരാതി പോലും പറയുന്നില്ല. എത്രയൊക്കെ വിശപ്പിലും ദാഹത്തിലും അവർ ഓരോ പണികൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ രാവിലത്തെ ഫുഡ് പോലും കഴിക്കാതെ ആയിരിക്കും അവർ പോയി ഓരോ ജോലികളും ചെയ്യുന്നത്. അത്രയൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോഴും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുമ്പോഴും നമ്മൾ നമ്മളുടെ ദ്വാകളിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റിയാലേ? ഒരു സംഭവമുണ്ട്, നമ്മൾ എത്തരത്തിൽ നമ്മളൊരാളെ ദ്രോഹിച്ചാലും എത്തരത്തിൽ നമ്മളൊരാൾക്കൊരു നന്മ ചെയ്താലും അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഒരാളോട് നമ്മളൊരു നന്ദി കാണിക്കുകയാണെങ്കിൽ ആ നന്ദിയെ പടച്ചവൻ കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചേരും. ചിലപ്പോൾ അത് തലമുറകൾ കഴിഞ്ഞിട്ടായിരിക്കാം. ഇനി നമ്മളൊരു തിന്മയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ആ തിന്മയെയും റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും. അതും ചിലപ്പോൾ തലമുറകളായിട്ട് കൈമാറി വരികയും ചെയ്യും. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോഴും അത് അത്രയും സൂക്ഷിക്കുക. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ എപ്പോഴും നമ്മൾ ദുആകളിൽ ഓർക്കുക. കാരണം ഇന്ന് ഓരോ വാർത്തകൾ വരുന്നതും വളരെയധികം സങ്കടത്തോടു കൂടിയാണ്. ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള റമളാനിൻ്റെ ആദ്യ രാവിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഓരോരുത്തരെയും നമ്മൾ ദുആകളിൽ ഓർക്കുക. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹയെങ്കിലും ഒരു യാസീനെങ്കിലും ഓതി ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു രാത്രി വളരെയധികം സന്തോഷത്തോടുകൂടെ നമ്മൾ വരവേൽക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്ന അമലുകളൊക്കെ നമ്മൾ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് എന്തെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും കുഞ്ഞു സൂറത്തായിട്ടുള്ള സൂറത്തുൽ കൗസർ. ഈ സൂറത്തുൽ കൗസറിനെ നമ്മൾ 100 തവണ നിയ്യത്ത് വെക്കുക. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ആ ആവശ്യത്തെ നല്ല രീതിയിൽ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ഈ സൂറത്ത് കൗസറിനെ 100 തവണ നിയ്യത്ത് വെച്ചിട്ട് ഓതി തുടങ്ങുക. ശുദ്ധിയുള്ളവർക്ക് ഈ ഒരു അമലിനെ ചെയ്യാൻ പറ്റുള്ളൂ. ശുദ്ധി ഇല്ലാത്തവർക്കായിട്ട് പരിശുദ്ധമായിട്ടുള്ള ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്റുണ്ടല്ലോ, ഈ ദിക്റിനെ നമ്മളൊരു 1001 തവണ ഇന്നത്തെ ഈ ഒരു രാത്രിയിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാത്തവർ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇന്നത്തെ ഈ ഒരു രാവിലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമലുകളൊക്കെ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 കൈയും ഉയർത്തി റബ്ബിൻ്റെ മുമ്പിലിരിക്കുക. കാരണം കോടിക്കണക്കിന് സത്യവിശ്വാസികൾ റബ്ബിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയിരിക്കുന്ന ദിവസമാണെന്ന്. റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ മഴ പോലെ പെയ്യുന്ന സമയമാണ് ഇന്നത്തെ ഈ ഒരു രാത്രി എന്നുള്ളത്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ റബ്ബിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഈ ഒരു 2026 ആദ്യത്തെ നോമ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ നോമ്പിൻ്റെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട്, നമ്മുടെ ഇടങ്ങേറുകളെ മനസ്സിൽ ഓർത്തുകൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നല്ലൊരു വിഷയമായിട്ട് അപ്പോൾ ഇനി വീണ്ടും വരാം. ദുആവസിയത്തോടുകൂടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു അമലിനെ ഞാൻ മനസ്സുറപ്പിച്ച് ചെയ്യും എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.